ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മറിയംസ് ആർട്ട് ഫർനെസ്. ഇന്നത്തെ വീഡിയോയിൽ മാജിക് റിങ്ങിൻ്റെ ഉള്ളിൽ എങ്ങനെ ഡബിൾ ക്രോഷേ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ കോസ്റ്ററൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. ഇതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ത്രെഡ് കഴിഞ്ഞ ദിവസം ഞാൻ അൺബോക്സ് ചെയ്യാൻ വേണ്ടി കാണിച്ചൊരു ത്രെഡായിരുന്നു. ഡിസൈർ ബ്രാൻഡിൻ്റെ ആണ്, ഓൺലൈൻ ഷോപ്പിംഗ് ആയിരുന്നു. ആൻഡ് ഞാൻ യൂസ് ചെയ്യുന്ന ഹുക്ക് ഞാൻ കാണിച്ചിട്ടുണ്ട്, 4.0 mm ആക്ച്വലി ആ ഒരു ത്രെഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഏത് ഹുക്കാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. പക്ഷേ അതിലും ഒരു 5 mm കുറഞ്ഞുള്ളൊരു ത്രെഡ് യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടൈറ്റായിട്ട് നമുക്ക് ചെയ്യുന്ന വർക്ക് കിട്ടും. പിന്നെ സ്റ്റിച്ച് മാർക്കേഴ്സും നീഡിലും സിസേഴ്സുമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ത്രെഡിൻ്റെ ലിങ്കും ഞാൻ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് മാജിക് റിങ് ക്രിയേറ്റ് ചെയ്യാം. ഞാനിത് ഓൾറെഡി 2 വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു ഡബിൾ ക്രോഷേ ചെയ്യുന്ന ഒരു ചെറിയൊരു വീഡിയോയിൽ ഞാൻ ഷോർട്ട് വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം മാജിക് റിങ് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ ഞാനിത് റിപ്പീറ്റ് ചെയ്യാണ്, കാരണം കുറച്ച് കൺഫ്യൂസിങ് ആണ് ക്രോഷേ സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ. ഈവൻ ദോ ഞാനിപ്പോൾ തന്നെ ഒരു 2-3 വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 3-4 തവണ അഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പം ഞാൻ കുറച്ച് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് ക്രോഷയുടെ കാര്യത്തിൽ. അതാണ് ഞാൻ കുറച്ച് ലാഗായത് വീഡിയോയ്ക്ക്. പിന്നെ ഒരാഴ്ചയായിട്ട് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, സോ കുറച്ചധികം ലാഗായിപ്പോയി. അപ്പോൾ ഈ ഒരു രീതിയിലാണ് മാജിക് റിങ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. പിന്നെയും ഞാൻ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം സ്ലോ ആയിട്ടാണ് ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിക്കുന്നത്. ഭയങ്കര ഫാസ്റ്റായിട്ട് ചെയ്താൽ ഭയങ്കര കൺഫ്യൂസിങ് ആയിപ്പോവും. ഷോർട്ട് വീഡിയോ കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതുപോലെ മാജിക് റിങ് ക്രിയേറ്റ് ചെയ്തിട്ട് 2 തവണ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. ഈ ഹുക്ക് ഈ തമ്പ് വെച്ച് നമ്മൾ മാജിക് റിങ്ങിനെ ഹോൾഡ് ചെയ്ത് പിടിക്കണം കേട്ടോ. സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ആൻഡ് ടെയിലിനെയും ആ ഒരു മാജിക് റിങ്ങിനെയും തമ്പ് വെച്ച് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ആൻഡ് 2 തവണ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. ഇത് ക്രോഷേ സീരീസിൻ്റെ 6ാമത്തെ വീഡിയോ ആണ്. എനിക്ക് തോന്നുന്നു ക്രോഷേ സീരീസ് ബിഗിനേഴ്സിന് വളരെ യൂസ്ഫുൾ ആണെന്ന്. രണ്ട് തവണ ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ട് യാണിറ്റ് ഓവർ ചെയ്യുക. ആൻഡ് ആ മാജിക് റിങ്ങിൻ്റെ ഉള്ളിലൂടെ ഇൻക്ലൂഡിങ് ദ ടെയിൽ ഇൻസേർട്ട് ചെയ്യുക. എഗെയിൻ ആ ത്രെഡിനെ എന്ന് വെച്ചാൽ വലിച്ചെടുക്കുന്ന ആ ഒരു ത്രെഡിനെ യാണിറ്റ് ഓവർ ചെയ്ത് മാജിക് റിങ്ങിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് എത്ര ഇതുണ്ട്? 3 റിങ് ഉണ്ട്. ആൻഡ് അതിൽ 2 എണ്ണത്തിലൂടെ എഗെയിൻ യാണിറ്റ് ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്യുക, എഗെയിൻ പുൾ ത്രൂ ചെയ്യുക. അപ്പം ഇങ്ങനെയാണ് ഡബിൾ ക്രോഷേ ചെയ്യുന്നത് കേട്ടോ. ആൻഡ് ഇതേ സെയിം മെത്തേഡാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത്. 2 തവണ ചെയിൻ സ്റ്റിച്ച് ചെയ്യുക, യാണിറ്റ് ഓവർ ചെയ്യുക, മാജിക് റിങ്ങിൻ്റെ ഉള്ളിലൂടെ കയറ്റുക, എഗെയിൻ യാണിറ്റ് ഓവർ ചെയ്യുക, മാജിക് റിങ്ങിൻ്റെ ഉള്ളിലൂടെ പുൾ ത്രൂ ചെയ്യുക, എഗെയിൻ യാണിറ്റ് ഓവർ ചെയ്യുക, 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുൾ ത്രൂ ചെയ്യുക. അപ്പോൾ 2 ലൂപ്പ് നമുക്ക് ഹുക്കിലുണ്ടാവും. എഗെയിൻ യാണിറ്റ് ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്തെടുക്കുക. ഞാൻ സ്ലോ ആയിട്ട് കാണിക്കുന്നത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അത്രയും പയ്യാണ് ഞാനിത് ചെയ്യുന്നത്. ക്ലോസ് ആയിട്ടൊക്കെ ഞാൻ പിടിക്കുന്നുണ്ട്. ഇടയ്ക്ക് ആ ഒരു ടെയിലൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഭയങ്കരമായിട്ട് വലിച്ചു മുറുക്കരുത്. പിന്നെ ഇത് ഈ ഫസ്റ്റ് റോ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമുള്ള സൈസിനനുസരിച്ച് ചെയ്യാം. നിങ്ങൾക്ക് ആ മെത്തേഡ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പം ഞാൻ 4 തവണ ഡബിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടിന്യൂ ചെയ്താൽ മതി കേട്ടോ.
ഞാനിവിടെ ഡബിൾ ക്രോഷ്യ 10 തവണ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി പയ്യെ ആ ഒരു ടെയിൽ വെച്ചൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു തവണ ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് വെക്കണം കേട്ടോ. ആൻഡ് ഈ ഹുക്ക് ചെയിൻ സ്റ്റിച്ച് ഒരു തവണ കൊടുക്കുക. ആൻഡ് ഈ ഫസ്റ്റ് നമ്മൾ ചെയ്ത ഡബിൾ ക്രോഷ്യയുടെ മൂന്നാമത്തെ വി ഉണ്ടാവുമല്ലോ, മുകളിൽ ഇങ്ങനെ എണ്ണ മൂന്നാമത്തെ വിയിലേക്ക് ഡബിൾ ക്രോഷ്യ എഗെയിൻ ചെയ്ത് കൊടുത്ത് നിർത്തുക. അവിടെ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ദെൻ ത്രെഡിനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു വീഡിയോ ഒന്ന് റിപ്പീറ്റ് ആക്കി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. അത്യാവശ്യം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മെല്ലെ ടൈറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി സ്റ്റിച്ച് മാർക്കർ വെച്ചത് മാർക്ക് ചെയ്ത ശേഷം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെയിൻ ചെയ്തല്ലേ നമ്മൾ പിടിച്ചു വയ്ക്കുന്നേ. യാണെറ്റ് ഓവർ ചെയ്തിട്ട് മൂന്നാമത്തെ വീയിലേക്ക് ഇതിനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ യാണെറ്റ് ഓവർ ചെയ്ത് മൂന്നാമത്തെ വീയിലൂടെ ഇൻസേർട്ട് ചെയ്ത് എഗെയിൻ യാണെറ്റ് ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് 3 ഉണ്ടാവും ഹുക്കിൽ. എഗെയിൻ ആദ്യത്തെ 2 പുൾ ത്രൂ ചെയ്തെടുക്കുക. എഗെയിൻ യാണെറ്റ് ഓവർ ചെയ്ത് ബാക്കി 2 പുൾ ത്രൂ ചെയ്തെടുക്കുക. സെയിം സ്റ്റെപ്പ് യാണെറ്റ് ഓവർ ചെയ്യുക. മൂന്നാമത്തെ വി 1 2 3 എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ആ ഒരു സ്റ്റിച്ച് ഉള്ളതിൽ നിന്ന് എണ്ണരുത്, അടുത്തത് തൊട്ട് 1 2 3 വെച്ച് എണ്ണ. 2 ആയാലും കുഴപ്പമില്ല, പക്ഷേ ഒരു ടൈറ്റായിട്ട് കിട്ടുമെന്നുള്ളൂ. ഞാൻ 3 വെച്ചിട്ടെന്താണ് ചെയ്തേക്കുന്നത്. സോറി, ഞാൻ സെക്കൻഡ് വീയിലേക്കാട്ടോ ഇൻസേർട്ട് ചെയ്തേക്കുന്നത്. എനിക്കൊന്ന് ടൈറ്റായിട്ട് വേണമായിരുന്നു. ഈ എടുത്ത് വെച്ചിട്ട് കുറച്ച് നാളായി, അതെന്നെ എനിക്ക് കൺഫ്യൂസിങ് ആവുന്നു. രണ്ടാമത്തെ വീയിലേക്കാണ് ഇൻസേർട്ട് ചെയ്തത്. നിങ്ങൾ മൂന്നാമത്തെയോ രണ്ടാമത്തെയോ വെച്ച് ചെയ്യാം. ആദ്യത്തേന്ന് തുടങ്ങാതിരുന്നാൽ മതി കേട്ടോ. ഇതുപോലെ യാണെറ്റ് ഓവർ ചെയ്യുക, രണ്ടാമത്തെ വീയിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എഗെയിൻ പുൾ ത്രൂ ചെയ്യുക, യാണെറ്റ് ഓവർ ചെയ്യുക, പുൾ ത്രൂ ദി 2 ലൂപ്സ് ആൻഡ് യാണെറ്റ് ഓവർ ആൻഡ് പുൾ ത്രൂ ദി നെക്സ്റ്റ് 2 ലൂപ്സ്. ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്താൽ മതി. ആൻഡ് സ്റ്റിച്ച് മാർക്കർ ഇട്ടേക്കുന്ന അവിടം വരെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ വരാം. ഇപ്പോൾ കണ്ടോ, ആ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്യാമറ കുറച്ച് ഫോക്കസ് ആവുന്നത് കുറയുന്നുണ്ടല്ലേ, നോക്കാം. ഇതുപോലെ യാണെറ്റ് ഓവർ ചെയ്യുക. ആ ഒരു ഇതുണ്ടല്ലേ 1 2 3. ഓക്കെ, നമ്മൾ ലാസ്റ്റത്തെ ഡബിൾ ക്രോഷ്യ കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതേപോലെ. ആൻഡ് ആ ഒരു ഹുക്കില്ലേ, സ്റ്റിച്ച് മാർക്കറിൻ്റെ അവിടെ ഇതേപോലെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. യാണെറ്റ് ഓവർ ചെയ്തിട്ടാണ് ഇതുപോലെ ആക്കുക. അവിടെയും ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. അപ്പം ആ ഒരു ഫസ്റ്റ് ലെയർ അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് എഗെയിൻ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല ഡിഫൈൻഡ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളൂ, ഓരോ റൗണ്ടിൻ്റെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഫസ്റ്റ് ചെയ്യുന്ന ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് മാർക്കർ വെച്ച് മാർക്ക് ചെയ്യുക. പിന്നായാലും യൂസ് ചെയ്താൽ മതി. ആൻഡ് മാർക്ക് ചെയ്ത് പോവുക, ഇല്ലെങ്കിൽ ഇറഗുലർ ആയിട്ടുള്ളതായിരിക്കും കിട്ടുന്നത്. സേഫ്റ്റി പിന്നാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഇതേ മെത്തേഡാണ് നമ്മൾ ക്യാപ്പൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ, അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. പുതിയ കൂട്ടുകാരാണ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഞെക്കുക. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, താങ്ക്സ് ഫോർ വാച്ചിങ്.